സദസ്സിൽ ഒഴിവുള്ള സ്ഥലത്താണ് ഇരിക്കേണ്ടത്. ആരെയും എഴുന്നേൽപ്പിച്ചിരിക്കാൻ പാടില്ല. അത് പെരുന്നാൾക്ക് പള്ളിക്ക് ചെന്നപ്പോൾ മുന്നത്തെ സഫിൽ കുട്ടികളാണ്, അപ്പോൾ ഓലെ കാട്ടി വിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിലും പറ്റില്ല. ഒരു സ്ഥലത്ത് ഒരാൾ ഇരുന്നാൽ അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി മടങ്ങി വരുമ്പോൾ ആ സ്ഥലം അയാൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. അവിടെ വേറൊരാൾ കയറിയിരിക്കാൻ പാടില്ല, അത് അയാൾക്ക് തന്നെ കൊടുക്കണം. സ്ഥിരമായി ഒരാൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം അയാൾക്ക് തന്നെ മാറ്റി വെക്കണം. മദീനത്തെ പള്ളിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ സഹാബത്ത് ആരും ഇരിക്കാറുണ്ടായിരുന്നില്ല. ആ സ്ഥലം മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെക്കലായിരുന്നു പതിവ്. സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ചെയറുകളുണ്ട്. അത് ആ സ്ഥാനത്തുള്ള ആളെ ഇരിക്കാവൂ. ഇപ്പോൾ ഒരു ഓഫീസിൽ പ്രധാന ചെയറിൽ ഇരിക്കുന്നത് മാനേജറാണ്. അയാളുടെ ഗുരുനാഥൻ വന്നാൽ എഴുന്നേറ്റൊന്ന് സ്വീകരിക്കാം, പക്ഷേ ചെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയർ ഗസ്റ്റിനുള്ള ചെയറേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അവനാൻ്റെ ചെയർ അവരവർക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് വിശാലത ചെയ്യുക എന്നത് നേരത്തെ സദസ്സിലുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. ഒരാൾ വരുന്നുണ്ട്, അയാൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. മുതിർന്നവർക്ക് മുൻനിര നൽകി അല്ലാത്തവർ ബാക്കിലേക്ക് മാറണം. അത് മുൻനിര കാലിയാക്കിയിട്ടുണ്ടാവരുത്. മുൻനിരയിൽ ഇരിക്കാനുള്ള ആളുകൾ വരുമ്പോൾ ബാക്കിലേക്ക് മാറുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. സാന്ദർഭികമായി ചോദിക്കുകയാണ്, നമ്മുടെ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി പള്ളിയിൽ ഒരു ഇടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാദേശികമായ പള്ളികളിൽ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ചില പ്രായം ചെന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. ഇപ്പോൾ അവർക്ക് സ്ഥിരമായി അവർ ആദ്യമേ വന്ന് ഇരിക്കുന്നൊരു ഇടമുണ്ട്. ചില കാരണങ്ങൾ ചിലപ്പോൾ അവർക്കവിടെ എത്താൻ അന്ന് സമയത്തിന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങുന്നതിന് മുൻപല്ല സാധാരണ വരുന്നതിന് അത്രയും സമയത്തിന് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി അത് ഒഴിച്ചിടണമെന്നാണ്. അറിയുന്ന ആളുകൾ ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വന്ന് അയാൾക്ക് ആ സ്ഥലത്ത് ഇരിക്കുമ്പോൾ പ്രത്യേകമായൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അയാൾ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അറിയുന്ന ഒരാൾ ആ സ്ഥലം അയാൾക്ക് വേണ്ടി താൽക്കാലികമായി ഒഴിച്ചിടണം. പിന്നെ അവസാനം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ഒഴിച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ആ സീറ്റ് ഫില്ലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാമൂഹിക മര്യാദയെക്കുറിച്ച് സംസാരത്തിൻ്റെയും സദസ്സിൻ്റെ മാത്രമല്ല സമൂഹത്തിൽ പെരുമാറേണ്ട മര്യാദയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴിയിലെ മര്യാദയെക്കുറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാട് എങ്ങനെയാണ്? വഴിയിലെ ഒന്നാമത്തെ മര്യാദ വഴി ചോദിക്കുന്ന ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ. യാത്രക്കാരായ കുറേ ആളുകൾ വരും, കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ വഴി പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തും. ചില ആൾക്കാർ വഴി പറഞ്ഞു തന്നാൽ ഇങ്ങനെയാണ്ട് 1 കിലോമീറ്റർ പോയിട്ട് പിന്നൊന്ന് ചോദിച്ചാൽ എന്നാണ്. അതിനിപ്പോൾ യാട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ കറക്റ്റായിട്ട് കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുക. അത് ചിലർക്ക് അതിന് ഭയങ്കര കഴിവുണ്ടായിരിക്കും. അപ്പോൾ അത് വഴിയിൽ നിൽക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് വഴി അന്വേഷിക്കുന്നവർക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നത്. രണ്ടാമത്തൊരു കാര്യമാണ് സലാം പറഞ്ഞാൽ മടക്കുക. വരുന്നവരും പോണവരൊക്കെ സലാം പറയുക, ഇങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കണം. അതിന് ഒഴിവില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ നിൽക്കരുത് എന്നുള്ളതാണ്. സലാം പറഞ്ഞാൽ മടക്കുക. മൂന്നാമത്തത് വഴിയിൽ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് തുമ്മിയ ആൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാ എന്ന് അതിന് മറുപടിയായിട്ട് പറയുക എന്നുള്ളത്. നാലാമത്തെ കാര്യം കണ്ണ് ചിമ്മുക എന്നാണ് അതിന് പ്രയോഗിക്കുക. കണ്ണ് ചിമ്മുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് നോക്കാതിരിക്കുക. സ്ത്രീകളെ ആവശ്യമില്ലാതെ നോക്കാതിരിക്കുക, അന്യരുടെ ഭാര്യമാരെ നോക്കാതിരിക്കുക. ഇനി അതെന്ന് മാത്രമല്ല, നോക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എല്ലാ കാര്യവും എല്ലാവരും കാണാൻ പറ്റുന്നതും നോക്കാൻ പറ്റുന്നതും അല്ല. ആളുകൾ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യാത്രയിൽ മറക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷമിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ എത്തിപ്പാളി നോക്കുന്ന ഒരു സമീപനം ഉണ്ടാകും പാടില്ല. ഈ 4 കാര്യങ്ങളാണ് വഴിയുടെ പ്രധാനപ്പെട്ട മര്യാദകൾ. താങ്കളിൽ നിന്ന് കിട്ടിയത് വളരെ ആശാവഹമായ നല്ല 4 ഉപദേശങ്ങളാണ്. വഴിയോട് നമ്മൾ വലിയ നീതി കാണിക്കേണ്ടതുണ്ട്. വഴിയിൽ വെച്ചുകൊണ്ട് ശണ്ട കൂടുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ മോശമാണ്. മോശപ്പെട്ടതിനെ ആസ്വദിക്കലും മോശമാണ്. ഒരു സംഗതി മോശമാണെങ്കിൽ പിന്നെ ആ മോശത്തെ വേറൊരാൾ ആസ്വദിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിൽക്കുന്നത് നമുക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന കാര്യത്തിനായാൽ പോരാ, മറ്റുള്ളവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾക്കാണ് ഒരാൾ വഴിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ 4 മണിക്ക് ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒരാൾ ചോദിച്ചു എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സ്കൂൾ വണ്ടി വരാണ്ട് പേരക്കുട്ടി അതിൽ വന്നിറങ്ങും എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി അത് ശരിയാണ്, പേരക്കുട്ടി നഴ്സറി പഠിക്കുകയാണ്, കുട്ടി വരുമ്പോൾ ഇവിടെ നിൽക്കേണ്ടത് തന്നെയാണ്. കേൾക്കുന്നവർക്ക് കൂടി ബോധ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ വഴിയിൽ തങ്ങേണ്ടത്. അല്ലെങ്കിൽ വീടാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മനുഷ്യന് വെറുതെ ഇരിക്കാനും ആസ്വദിക്കാനുമുള്ള ഇടം വീടുകളാണ്. അതായത് വഴിയിലിങ്ങനെ വായി നോക്കി നിൽക്കരുത് എന്നാണ് അർത്ഥം. ആവശ്യത്തിന് മാത്രം. നമ്മൾ സാധാരണ അങ്ങാടിയിൽ ഒരാൾ നിൽക്കുന്നുണ്ടാൽ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പണിയില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് എന്ന് പറയും. വാസ്തവത്തിൽ ഒരു പണിയില്ലാത്തപ്പോൾ പോകാനുള്ള സ്ഥലമല്ല അങ്ങാടി.
ഒരു പണിയില്ലെങ്കിൽ പോകാനുള്ള സ്ഥലം വീടാണ്. ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്തൊക്കെയാണ് ഭക്ഷണ മര്യാദകൾ ഇസ്ലാമികമായി? ഭക്ഷണ മര്യാദകളിൽ ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞു വരുന്നതാണ് 2 കൈയും വായയും കഴുകുക, മുൻവശത്തു നിന്ന് മാത്രം കഴിക്കുക, ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുക. അമിതമായി വയറ് നിറക്കാതിരിക്കുക. വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക. ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഭക്ഷണ മര്യാദകളെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ടേബിൾ മാനേഴ്സ് എന്ന രീതിയിൽ ഒരു സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട എന്തെങ്കിലുമൊക്കെ? സദസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറേയും കൂടിയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വീട്ടുകാരനാണ് ആദ്യം കൈ കഴുകേണ്ടത് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരൻ അവസാനമാണ് കൈ കഴുകേണ്ടത്. ഭക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലേണ്ടത് ഉറക്കെയാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലേണ്ടത് പതുക്കെയാണ്. ഭക്ഷണത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും നല്ലത് ചീത്ത തുടങ്ങിയ ചർച്ച ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണമായിട്ട് ഇറച്ചി, മീൻ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പ്രസ്താവന ഇറക്കുകയാണ്, അത് നല്ലതാണ്, മറ്റേതാണ്, അങ്ങോട്ടാണ്. ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അവർ കഴിക്കട്ടെ. ഇനി വേണമെന്ന് ചോദിച്ചാൽ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വേണ്ടെന്ന് പറയരുത്. വേണ്ടവരുണ്ടായിരിക്കാമല്ലോ, അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഒരു സംഭവം ഓർമ്മ വരികയാണ്. എനിക്ക് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഇതിൽ നിന്നൊരു സംഭവം. ആര് വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാലും വേണ്ടാന്ന് പറയില്ല. എന്താ ഭക്ഷണം എന്ത് വേണേലും ഉണ്ടായിക്കോളി എന്ന് പറയും. അപ്പോൾ എന്നിട്ട് ഉസ്താദ് കഴിക്കില്ല. അപ്പോൾ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാവരോടും എന്തിനാ ഭക്ഷണം വേണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞൊരു മറുപടി, നമ്മുടെ പേരിൽ അന്ന് വീട്ടുകാർക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്നാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കും. നമ്മളതിന് രേഷൻ കഴിച്ചാണ്ട് പോന്നാൽ ബാക്കി വീട്ടുകാർക്ക് കഴിക്കാം. നമ്മളൊന്നും ചെല്ലണില്ലെങ്കിൽ അന്ന് ആ ഭക്ഷണം അവിടെ ഉണ്ടാക്കില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു സംഭവമാണ്. ചില ആളുകൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ തികയാതെ വരിക എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നം. ചിലർ വളരെ കുറച്ചുണ്ടാക്കിയാലെങ്കിലും ആ വന്നവർക്കെല്ലാം തൃപ്തിയാകും, ഭക്ഷണത്തിലൊരു ബർക്കത്തുണ്ടാവും. അത്രയൊരു ബർക്കത്തുണ്ടാകാൻ ഇസ്ലാമികമായി എന്താണ് ഒരു നിർദ്ദേശം? ബർക്കത്തുണ്ടാവാനുള്ള നിർദ്ദേശം, അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഭക്ഷണത്തിലെ ബർക്കത്ത് എന്ന് പറഞ്ഞത് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് അതിൽ പ്രധാനമായും. അപ്പോൾ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അത് കഴിക്കാനുള്ള ആളുകളെ, അവരുടെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും മനസ്സിൽ കാണണം. 100 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരാൾ മനസ്സുകൊണ്ട് വിചാരിച്ചുണ്ടാക്കിയാൽ അത് 100 ആൾക്ക് കഴിക്കാനുണ്ടാവും എന്നതാണ്. അപ്പോൾ മനസ്സതിൽ ഇത് തന്നെയാണ്, ഈ മനസ്സിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ് ഭക്ഷണത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞത്. പിന്നെ ബറക്കത്തുള്ള ചില ഭക്ഷണങ്ങൾ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. തേന് ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്, ഉപ്പ് ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്, ചീരകൾ ബറക്കത്തുള്ള ഭക്ഷണമായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നല്ലതാണ് ഭക്ഷണത്തിൽ. ഉപ്പ് നമ്മളെല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട്, നല്ലതാണ്. ബറക്കത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാവുമ്പോൾ ഉപ്പ് ആദ്യം ചേർക്കലിനെ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചില ഭക്ഷണങ്ങളിൽ അവസാനമാണ് ഉപ്പ് ചേർക്കാറുണ്ട്. ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ, ചോറുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒരല്പം ഉപ്പിടുക, പിന്നെ വെള്ളം ഒഴിക്കുക, പിന്നെ തിളച്ച് വരുമ്പോൾ പതച്ച് വരുമ്പോൾ അരിയിടുക. അങ്ങനെയാണ് ഒരു നല്ല രീതി. ഒരുപക്ഷെ ഒരു ബർക്കത്തിന് വേണ്ടി അല്പം ഇട്ട് പിന്നെ മതി, ബർക്കത്തിന് വേണ്ടി അല്പം ഇട്ടിട്ട് പിന്നെ ബാക്കി ഇട്ടാൽ മതി. ഈ ഉപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഭക്ഷണ സമയത്ത് ആദ്യം ഒരല്പം ഉപ്പ് രുചിച്ച് നോക്കും, ഭക്ഷണത്തിന് ശേഷവും ഇങ്ങനെ ഉപ്പ് രുചിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്. അലി റളിയല്ലാഹുവിൽ നിന്നാണ് അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. സയ്യിദുന അലി റളിയല്ലാഹുവിന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി ഒരല്പം ഉപ്പ് ആദ്യം കഴിച്ചിരുന്നു എന്നും അത് എല്ലിന് ബലം കൂടാൻ ഉപകാരപ്പെടുന്നതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉപ്പ് ആദ്യം കഴിച്ചതിന് മേലെ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലാതെ ഭക്ഷണത്തിൽ പിന്നെ ഉപ്പിടലില്ല. ഭക്ഷണത്തിലിടുന്ന ആ ഉപ്പാണ് ആദ്യം കഴിക്കുന്നത്. എന്തായാലും ഭക്ഷണവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിലെ മര്യാദയെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് ഫോണിലൂടെയൊക്കെ അറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് ഡോക്ടറിൽ നിന്ന് ആ രീതിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പുതിയ അനുഭവവും പുതിയ രീതിയും പുതിയ മെത്തേഡും നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവസാനമായി ഈ മര്യാദയുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളിൽ നിന്ന് കേൾക്കാൻ എന്നുള്ളതാണ്. എന്താണ് അവസാനമായി പറയാനുള്ള ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
ഇബാദത്തുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന മനക്കരുത്തോടുകൂടി, എന്ന മനസ്സിലെ വിചാരത്തോടുകൂടി എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ചെറുതാവട്ടെ വലുതാവട്ടെ, എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആ ഒരു മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതാണ് പ്രധാനം. നമ്മൾ ഇതിനിപ്പോൾ ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും ഈ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ട് എന്ത്, ആ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ശിഷ്ടകാലം അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ മരുന്ന് കഴിക്കുന്നു, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും ജീവിക്കാനും അതിന് ശക്തി കിട്ടാനും വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഈ നിയ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കുക. വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഉറങ്ങുമ്പോൾ വയറ് നിറച്ച് ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കുള്ളത്, ഹസൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചുരുക്കുള്ളത്, ഹസൻ നല്ലോണം ചുരുക്കുള്ളത്. നഹനു നഖുസ്സു അലൈക നബിയെ, നിങ്ങൾക്ക് ഞാനൊരു ഖിസ്സ പറഞ്ഞു തരാം. അഹ്സനൽ ഖസസി, ഏറ്റവും മനോഹരമായ ചുരുക്കുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞു. ദീർഘമായ ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണത്തിൻ്റെ ചരിത്രം. സത്യത്തിൽ നമ്മളെ കല്യാണത്തിനും അങ്ങനെ ഒരു ചരിത്രമുണ്ട്, പക്ഷെ നമ്മൾ അറിയാതെ പോവുകയാണ്. 24 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിട്ട് ചെറുക്കനെ കൊണ്ടൊരു പെണ്ണിട്ടിക്കണമെന്ന് വാപ്പിയമ്മയും കൂടിയും തീരുമാനിച്ചതിൻ്റെ ശേഷം പെണ്ണന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് പെണ്ണിട്ടണ കഥ തുടങ്ങുന്നതെന്നാണ് നമ്മളെ വിചാരം. അങ്ങനല്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളുടെ ഇണകളെ പടച്ചു എന്നാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ പടച്ചു എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രം ബാധകല്ല, എല്ലാവർക്കും ബാധകാണ്, എല്ലാവർക്കും ബാധകാണ്. അപ്പം എത്ര പിന്നെ കാലാവധി ഉണ്ടാകുക? ആദം നബിൻ്റെയും ഹവ്വ ബീവിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് രണ്ട് ചരിത്രവും തുടങ്ങാനുള്ള വ്യത്യാസം. കുറച്ച് കാലം ഒന്ന് കൂട്ടുക, എത്രയാന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ട് ചരിത്രം കൂടിയും തുടങ്ങണതിൻ്റെ ഇടയിൽ കുറച്ച് കാലം കൂട്ടുക. പക്ഷേ പലപ്പോഴും വിവാഹത്തിൻ്റെ ചരിത്രം നമ്മൾ അറിയണില്ല. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാർ കിണറ്റിൽ കൊണ്ടുപോയിട്ട കാരണവന്മാർക്കറിയില്ല. ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് ഈ കൊണ്ടുപോയിടുന്നത് എന്ന്. മുപ്പര് പുതിയാപ്പിള പോവാണ് മിസ്റിലെ പെണ്ണിട്ടാൻ പോവാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം. എന്നാൽ ചാടണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല ഞാൻ പുതിയാപ്പിള പോവുകയാണ് എന്ന്. വള്ളിമ്മ കൂടെ കയറ്റിയ കച്ചവടക്കാർക്ക് അറിയില്ല നാട്ടിലെ പുതിയാപ്പിളിനെയാണ് കൊണ്ടുപോണത്. മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കാൻ വെച്ചവർക്കറിയില്ല ഞങ്ങൾ പുതിയാപ്പിളക്കുട്ടിനെയാണ് കച്ചവടത്തിന് വെച്ചത് എന്ന്. വാങ്ങിക്കൊണ്ടോണ അസീസ് രാജാവിനറിയില്ല പുതിയാപ്പിളക്കുട്ടിനെയാണ് വാങ്ങിക്കൊണ്ടോണത്. അങ്ങനെയാണ്, അതാണ് ചരിത്രം. വിവാഹത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തുടങ്ങണമല്ല. അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെണ്ണ് കെട്ടിയവരുണ്ടാവും, കെട്ടാത്തവരുണ്ടാവും. എല്ലാവർക്കുമുള്ള ഇണകൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ എല്ലാവരും ഇണകളായിട്ടാണ് ഉണ്ടാവുക എന്ന് സൂറത്തു യാസീൻ സൂറത്തിലുണ്ട്. സൂറത്ത് യാസീൻ ഏതാണ്? ഖൽബുൽ ഖുർആനാണ്. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി. സൂറത്തു യാസീൻ ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് പറഞ്ഞത് എല്ലാവരും സ്വർഗത്തിൽ പുതിയാപ്പിളിയും പുതിയണ്ണും ആയിട്ടേക്കാരം. എവിടെ പറഞ്ഞു? ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവരും വ അസ്വാജും അവരുടെ ഇണകളും, ഭാര്യയും ഭർത്താവും, ഫീ ളിലാലിൻ മരത്തിൻ്റെ താഴ്ഭാഗത്ത്,
അലൽ അറായിക്കി അരീക്കത്ത് എന്ന കട്ടിലിന്മേൽ മുത്തക്കിഊന ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും അവർക്കുണ്ടായിരിക്കും ഫീഹ അതിൽ ഫാക്കിഹത്തുൻ പഴങ്ങൾ, വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കും. ഹും അവരും, വ അസ്വാജും അവരുടെ ഇണകളും. ഏത് ഇണ? ദുന്യാവത്തെ അതേ ഇണ, ദുന്യാവത്തെ അതേ ഇണ തന്നെയാണ്. ഇവിടുത്തെ അതേ ഭർത്താവാണ്, ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ ബേജാറാകാനൊന്നുമില്ല, പല്ല് ചെരിഞ്ഞതൊക്കെ നേരാക്കി തരും, ഒറ്റ തട്ട് അത് നേരാവും. സ്വർഗത്തിലാരും കറുത്തവരില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും എന്നും ഒരേ പ്രായമായിരിക്കും. ഇന്നലെ ഇന്നും നാളെയൊക്കെ ഒരേ വയസ്സാണ്. അടുത്ത കൊല്ലം അതേ വയസ്സ് തന്നെ, പിറ്റത്തെ കൊല്ലം അതേ വയസ്സാണ്. ഏറൂല, കുറയില്ല. ചൊറുക്ക് കൂടും, ഒരിക്കലും ചൊറുക്ക് കുറയില്ല. സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്, ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്. 19 വയസ്സായ 18 വയസ്സായ 20 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 30 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 അത്ര തന്നെ ഉണ്ടാവില്ല, 50 അത്ര തന്നെ ഉണ്ടാവില്ല, 60 അത്ര തന്നെ ഉണ്ടാവില്ല, 70 തീരെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല, കൊല്ലം കൂടുന്നിടത്തോളം ചൊറുക്കാണ് കൂടും. അങ്ങനെയാണ്, കൂടുന്ന ഭംഗിയാണ് സ്വർഗത്തിൽ, ഇവിടെ കുറയുന്ന ഭംഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ പടച്ച് അതിൽ നിന്നും നേരെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തു എന്ന് താരീഖിലുണ്ട്. അല്ലാഹു തആല ഭംഗി പടച്ചിട്ട് നേരെ പകുതി യൂസുഫ് നബി കൊടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഭംഗി മുഴുവനും മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്ന് വേറെ താരീഖിലുണ്ട്. കണക്ക് തെറ്റുമല്ലോ. പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു, ഇനി ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. എന്നാൽ മുഹമ്മദ് നബിക്ക് ഭംഗി മുഴുവൻ കൊടുത്തു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കണക്ക് തെറ്റുമല്ലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പകുതി കൊടുത്തു, ബാക്കി പകുതി ഉള്ളതെന്ന് കുറച്ചൊക്കെ ഞമ്മക്കും കിട്ടി. അതുകൊണ്ടുള്ള പെണ്ണുങ്ങളെ നമ്മളൊപ്പം നിൽക്കണേ, അല്ലെങ്കിൽ ഓല് പോയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കഴിച്ച് ബാക്കി ഉണ്ടാവുള്ളൂ, മുഴുവൻ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ മുഴുവൻ കൊടുത്ത്? അതാണ് പഠിക്കേണ്ടത്. രണ്ടും ഒരേ ഭംഗിയല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് ഹസനത്ത് എന്ന ഭംഗിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും, ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്നതാണ്. ദുന്യാവിലെ എല്ലാ സാധനങ്ങൾക്കും ഹസനത്ത് എന്ന ഭംഗിയാണുള്ളത്. ഈ മൊബൈൽ കിട്ടിയപ്പോൾ നല്ല ചൊറുക്കുണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ചൊറുക്കില്ല. എന്തേ? ആസ്വദിക്കുമ്പോൾ കുറയും. ഹസനത്താണ്. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ന് കണ്ട ഒരാള് നാളെ കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗി പിന്നെയും കൂടിയിട്ടുണ്ടാവും. നമ്മളെ തുടക്കത്ത് കണ്ട ആള് വയല് കഴിയണത് വരെ നോക്കിയിരുന്നാൽ പല്ല് ഒന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന് മനസ്സിലാവും. നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും, നോക്കണതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടുമായിരുന്നു. അതിനാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. അതാണ് സ്വർഗത്തിൽ എല്ലാവർക്കും നൽകപ്പെടുന്നത്. സ്വർഗത്തിലൊരു ചന്തണ്ട്, സൂഖുൽ ജുമുഅ എന്നാണ് അതിന് പേര്. വെള്ളിയാഴ്ച മാത്രമുള്ള ഒരു ചന്ത സ്വർഗത്തിൽ. സ്വർഗത്തിലെ സൂഖുൽ ജുമുഅയ്ക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്നും വിൽക്കാനില്ല, ഒന്നും വാങ്ങാനില്ല. അതാണ് ഒരു പ്രത്യേകത. ചന്തയാണ് സംഗതി, പക്ഷേ കച്ചവടത്തിന് ഒരു സാധനവും ഇല്ല, വിൽക്കാനും ഒന്നുമില്ല, വാങ്ങാനും ഒന്നുമില്ല. രണ്ടാമത് അതിനൊരു പ്രത്യേകതയുണ്ട്, സ്ത്രീകളാരും വരാറില്ല, പെണ്ണുങ്ങളാരും വരലില്ല. അപ്പം റമദാനിലെ അവസാനത്തെ 10 ചന്തയ്ക്കോയ മാതിരി അല്ല, പെണ്ണുങ്ങളാരും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക?
ഉണ്ടാവൽ എന്താ വെച്ചാൽ ആണുങ്ങളിങ്ങനെ പോകും സൂക്കുൽ ജുമയിലേക്ക്. അങ്ങനെ പഴയ കാലത്ത് പരിചയമുള്ള സ്കൂളിൽ പോയിരുന്ന സമയത്ത് കണ്ടിരുന്ന, കോളേജിൽ പോയിരുന്ന സമയത്തൊക്കെ കണ്ടിരുന്ന ആൾക്കാരങ്ങനെ കാണും. സത്താറിനെയും ഗഫൂറിനെയും ആമിറിനെയും ഉമേറിനെയും ഗഫൂറിനെയും ഒക്കെ കാണും. കാണുമ്പോൾ അവരോട് ചോദിക്കും, അല്ലാതെ അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. സാധാരണ ഒരാൾക്ക് 40 വീടുകൾ ചേർന്ന ഒരു വീടാണ് ഉണ്ടാവുക. അതിൻ്റെ നടുവിലൊരു മരം ഉണ്ടാവുക, ആ മരത്തുമ്മേണ് വസ്ത്രങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ അടിയിലാണ് ആഭരണങ്ങൾ ഉണ്ടാവുക. അനക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ ഗഫൂർ പറയും, എനിക്ക് 40 വീട് ചേർന്നൊരു വീടുണ്ട്, അതിനെ നടുക്ക 2 മരമുണ്ട്, തുണിയും കുപ്പായും കായ്ച്ചനേന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇപ്പം പെരേക്ക് എത്തുമ്പോഴത്തിന് ഓൻ്റെ പെരൻ്റെ നടുക്ക് 2 മരം ഉണ്ടാവും. ഇതിനാണ് ചന്തയ്ക്ക് പോണേ. എനിക്ക് കിട്ടാത്തത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോണ സ്ഥലമാണ് ചന്ത. അതാണ് സൂക്കുൽ ജുമാ. അതിനാണ് പോണേ, അതിനാണ് ആണുങ്ങൾ പോണേ. അങ്ങനെ ജുമയ്ക്ക് പോയി, ചന്തക്ക് പോയി. ജുമ പിരിയാൻ നേരത്ത്, ചന്ത പിരിയാൻ നേരത്ത് ഒരു പൊടിക്കാറ്റുണ്ടാവും. അതിനൊരു പൊടിക്കാറ്റ്, കണ്ണുകൂടി മൂക്കുകൂടിയൊക്കെ കയറിയിട്ട് ഒരു പൊടിക്കാറ്റ്. പൊടിക്കാറ്റടിച്ചാൽ ചന്ത പിരിഞ്ഞു. അങ്ങനെയാണ്, അതുവരെയാണ് ചന്ത ഉള്ളത്. വെടിക്കെട്ട്, ഒരു പൊടിക്കാറ്റ്. ചന്ത പിരിഞ്ഞ് പൊടിക്ക് മേത്ത് കൂടെ ഒക്കെ പറ്റിങ്ങാണ്ട് അങ്ങനെ വരും പെരേക്ക്. അല്പം 40 വീട് ചേർന്ന ഒറ്റ വീട്ടിൽ സഹധർമ്മിണി ഉണ്ടാവും. ആര്? ഇവിടുത്തെ അതേ കുഞ്ഞാമീന തന്നെ, ആള് തന്നെയാണ് അവിടെ ഉണ്ടാവും. വാതിലുമ മുട്ടും. അതിൽ 34 ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും, മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അല്ല മനുഷ്യ, നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം ഈ വന്നത്, പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. ചൊറുക്ക് മാറിയിട്ട് ആള് വന്നത്. ആഴ്ചക്കാഴ്ചക്ക് മാറ്റിത്തരുന്ന ചൊറുക്ക്, അതാ സ്വർഗത്തിൽ. അപ്പോഴാണ് മൂപ്പരും ഔത്തേക്ക് നോക്കണത്, മറിയമോ ഇജന്നല്ല, അത് ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. മൂപ്പര് ചന്തക്ക് പോയി വന്നപ്പോത്തിന് 34 ചൊറുക്കും മാറിയിട്ടുണ്ട് എന്നതാണ് സ്വർഗത്തിലെ പ്രത്യേകത. അല്ലെങ്കിലോ മാറ്റിത്തരുന്ന ഭംഗിയാണ്. അതോടൊപ്പം ആഴ്ചക്ക് മൊത്തത്തിൽ മാറ്റാം. ഇങ്ങനെ ആരാള്? ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും. അപ്പോൾ ഉമ്മു സലമാ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു പെണ്ണിനെ 2 പുരുഷന്മാര് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. ഒരു പെണ്ണിനെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരണപ്പെട്ടു, എന്നിട്ട് രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു. എന്നാൽ സ്വർഗത്തിൽ ഏതാളായിരിക്കും ഈ പെണ്ണിന്റെ ഭർത്താവായി വരിക നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ആരാണോ അയാളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മു സലമ. റേഞ്ച് കിട്ടുന്നുണ്ടോന്നറിയില്ല. ദുന്യാവില് ആണുങ്ങൾ പെണ്ണിനെ തെരഞ്ഞെടുക്കലാണ്, സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അള്ളാന്റെ പണി എന്തൊക്കെയെന്ന് മുഴുവനായിട്ടും മനസ്സിലാകണമെങ്കിൽ ആഖിറം കൂടിയും വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യണ പണികൾ എന്താന്ന് മുഴുവനായും മനസ്സിലാവണമെങ്കിൽ ദുന്യാവോട്ട് മാത്രം മനസ്സിലാവില്ല, ആഖിറം കൂടി വന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തോന്നും, പടച്ചോനെ 5 വക്തും സുബഹിയും നിസ്കരിച്ചിട്ട് ഇന്റെ പെരപ്പണി തീരുന്നില്ല, അപ്പുറത്തെ മറ്റേ ഗോപാലനതാ അല്ലെങ്കിൽ മറ്റേ ചങ്ങായി ഇബ്രാഹിം അതാ, ഓനെ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടേ വീഴുള്ളൂ, തട്ടുമല തട്ടുമായിട്ട് മേലക്ക് ഇന്നോവ ഉള്ളതിൻ്റെ ഒപ്പം വേറെ കാറും കൂടി വാങ്ങിക്കുക. ഞാനാണെങ്കിൽ 5 വക്തിനും പള്ളിക്ക് പോകുന്നുണ്ട്, സുബഹിക്കരിച്ച് ദ്വാരക്കുണ്ട്, ഇൻ്റെ തീരുന്നില്ല. എന്തേ എന്ന് തിരിയണമെങ്കിൽ ദുന്യാവുകൊണ്ട് മാത്രം തിരിയില്ല. അള്ളാഹുവിൻ്റെ അതിൽ, അവൻ്റെ നീതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഹ്ശർ സംവിധാനിച്ചിട്ടുള്ളത്. അവിടുന്ന് തിരിയും എന്തിനായിരുന്നു? എല്ലാവർക്കും തിരിയും, എല്ലാവർക്കും തിരിയും. എല്ലാത്തിനും 2 സൈഡുണ്ട്, 2 ഉപയോഗിക്കും. ദുനിയാവിൽ വെച്ച് പുരുഷൻ സ്ത്രീയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ വെച്ച് സ്ത്രീ പുരുഷനെ തിരഞ്ഞെടുക്കുകയാണ്. പുതിയാപ്പിളാരെ, അതുകൊണ്ട് നല്ലവർക്ക് പെരുമാറിക്കോളി, എന്നാൽ 34 തന്നെ കഴിഞ്ഞൂടാ. അല്ലെങ്കിൽ 34 പറ്റിയ ആളെ വേറെ നോക്കും. സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയാളെ നീ അവിടെ വെച്ച് തെരഞ്ഞെടുക്കുകയായിരിക്കും എന്ന്
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇവിടുത്തെ അതേ ഭാര്യയാണ് സ്വർഗത്തിലുള്ളത്, ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ആണുങ്ങൾക്ക് എന്തിനാ ഞങ്ങളൊന്നും വേണ്ടിയല്ല, ഓൽക്ക് ഹൂറുല്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഓൽക്ക് ഞങ്ങളൊന്നും വേണ്ടിയല്ല. ഈ ഹൂറുല്യങ്ങൾ എന്ന് പറഞ്ഞ് കേൾക്കണതിനെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഹൂറുല്യങ്ങൾ എന്ന് കേൾക്കണത് തന്നെ പെണ്ണുങ്ങൾക്ക് വലിയ ദേഷ്യമാണ്. എന്താ കാരണം? വിഷയം മനസ്സിലാകായിട്ടാണ്, സംഗതി എന്താണെന്ന് മനസ്സിലാകായിട്ടാണ്. ഹൂറുല്യങ്ങൾ നല്ല ചൊറുക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ സ്വർഗം കാണാൻ വേണ്ടി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പണിയെടുത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയായിരുന്നു, ഞാൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം, ഒന്ന് പോയി നോക്കിയായിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ, കുടിയിരിക്കലിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ ഒന്ന് വന്നു നോക്കാൻ പറയില്ലേ, ഇനി എന്തെങ്കിലും വല്ല കുറവുണ്ടോ എന്നൊന്ന് നോക്കി. അങ്ങനെ സ്വർഗം പണി കഴിഞ്ഞതിന് ശേഷം സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പോയി നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചെന്നിട്ട് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് കണ്ടു, ഒരു ലൈറ്റ്. ഉടനെ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം ബോധരഹിതനായി വീണു. ആ പ്രകാശം കണ്ടേക്കിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചിരിച്ചണു. അതിൽ ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ഹൂറുല്യങ്ങളിൽ പെട്ടൊരു പെണ്ണാണ് പറഞ്ഞു. ഇവിടെ സ്വർഗത്തേക്കുള്ളതാന്ന് ചോദിച്ചു. ആ, ഞാൻ സ്വർഗത്തേക്കുള്ളതാണ് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ലൈറ്റ് കണ്ടില്ല, അതെന്തായിരുന്നു എന്ന് ചോദിച്ചു. അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. മനസ്സിലായോ? അതാണ് ഹൂറുല്യങ്ങൾ. എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ സൗന്ദര്യം കണ്ട് ഹൂറുല്യങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് വരുന്ന പെണ്ണിൻ്റെ ചൊറുക്കിനെ അപേക്ഷിച്ച് ഹൂറുല്യങ്ങൾ ഒന്നുമല്ല. അതാണ് സംഗതി. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഹൂറുല്യങ്ങൾ എന്ന് പറഞ്ഞത് ആണുങ്ങൾക്കുള്ളതാ പെണ്ണുങ്ങൾക്കുള്ളതാന്ന് ചോദിച്ചു നാളെ ഞാൻ. അതിൽ പെണ്ണുങ്ങൾ വേഗം വിളിച്ചു പറഞ്ഞു അത് ആണുങ്ങൾക്കുള്ളതാണ് പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ വിൽദാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആണുങ്ങളുണ്ടാവും സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബരീഖ വകഅസിൻ മിൻ മഈൻ. സ്വർഗത്തിലേക്ക് മാത്രമായി പടക്കപ്പെട്ട പുരുഷന്മാർ, വിൽദാൻ, നല്ല ചെറുപ്പക്കാർ, കുട്ടികൾ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. അപ്പൊ സ്വർഗത്തിൽ കുറെ ആണുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാർക്കാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് എല്ലാവർക്കും ഉള്ളതാണ് പറഞ്ഞു. ആണുങ്ങൾ ആർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. സ്വർഗത്തിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട്, അതാർക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾക്കുള്ളതാണ്. അധികം ആൾക്കാരും മനസ്സിലങ്ങനെ ഉണ്ടാകുക. സംഗതി അങ്ങനെയല്ല. പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. ഒന്നൊരു കൂട്ടർക്ക് മാത്രമുള്ള ഒന്നല്ല, വെറുതെ തോന്നിയതാണത്. ഹൂറുല്ലിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. താഴ്വസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഹൂറുൽ ഇസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തോഴികൾ വരവുണ്ട്. തോഴി ആർക്കുള്ളതാ? രാജാവിനെ രാജ്ഞിക്ക. തോഴി രാജാവിനെ രാജ്ഞിക്ക. കഥപുസ്തകം വായിക്കണവർക്കറിയാം തോഴി രാജാവിനല്ല രാജ്ഞിക്കാകുന്നു. അപ്പോൾ ഹൂറുല്യങ്ങൾ രണ്ടു കൂട്ടർക്കുള്ളതാണ്. വിൽദാൻ എന്ന ആണുങ്ങൾ അതും രണ്ടു കൂട്ടർക്കുള്ള തന്നെയാണ്. അതിലൊന്നും ബേജാറാണ്ട.
ഇഞ്ഞോ അതിനേക്കാൾ ചൊർക്ക് ഇവിടുന്ന് പോകുന്ന ആണുങ്ങളും ഇവിടുന്ന് പോകുന്ന പെണ്ണുങ്ങളും തന്നെയാണ്. ഏതാണ് ഏത് പെണ്ണ്? ഇവിടുന്നുള്ളത്. സത്യത്തിൽ കല്യാണം എന്തിനാ? സത്യത്തിൽ ഈ കല്യാണം എന്തിനാ? സ്വർഗത്ത് ചെന്നിട്ട് പെണ്ണ് എറിഞ്ഞ് നടക്കാതിരിക്കാൻ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ പെണ്ണ് എറിഞ്ഞ് നടക്കാറിന് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് തന്നെ കണ്ടിച്ച് പോവുക. അതിനാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഒരു സ്വർഗീയമായ അമലാണ്. കല്യാണം എന്നതൊരു സ്വർഗീയമായ അമലാണ്. ആദം വല്ലിപ്പ സ്വർഗത്തുനിന്ന് തുടങ്ങിയതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ അവസാനിപ്പിക്കുന്നതുമായ പുണ്യമാക്കപ്പെട്ട ഒരു ഇബാദത്താകുന്നു വിവാഹം. വിവാഹം ഒന്നേ സുന്നത്തുള്ളൂ കേട്ടോ, 3 കൂടി ഹലാലേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ എങ്ങനെ തോന്നൽ തുടങ്ങിയിട്ടുണ്ട്, 4 സുന്നത്തുണ്ട് എന്നൊക്കെ തോന്നലുണ്ട്. അങ്ങനെയില്ല. താഴവൻ്റെ പാട്ടിൽ തന്നെ ഉണ്ട്. സുന്നത്ത് എത്ര തന്നെ ഉള്ളൂ? സുന്നത്ത് 1, ബാക്കി 3 ഹലാലാവുന്നേ ഉള്ളൂ, ജായിസാകും, അത്രയേ ഉള്ളൂ. സുന്നത്ത് 1, 4 എന്നാ പിന്നെ എന്തിനെ ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ 2 പറഞ്ഞതെന്നാണ്. മസ്നാവ സുലാസവ റുബ എന്നുള്ള തുടങ്ങിയത്. നിങ്ങൾ 2, 3, 4 കെട്ടിക്കോളി എന്നല്ലേ പറഞ്ഞത്. സുന്നത്ത് 1 നാ 1 പറയേണ്ടത്? അതാ ചോദ്യം. എന്താ കാരണം? ഈ ആയത്തിറങ്ങിയത് യത്തീം കുട്ടിയുടെ കാര്യത്തിലാണ്. സാധാരണ ഒരാളുടെ കാര്യത്തിൽ ഇറങ്ങിയതല്ല ആയത്ത്. ആ ആയത്തിറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതെന്താ നിങ്ങൾ? ആ ആയത്തിറങ്ങണത് ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് യത്തീം കുട്ടികൾ കൂടുതലും യത്തീംഖാന കുറവായിരുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റാണ്. യത്തീംഖാന കൂടുതലും യത്തീം കുട്ടികൾ കുറവാണല്ലോ. അന്ന് യത്തീം കുട്ടികൾ കൂടുതലാണ്, യത്തീംഖാന വളരെ കുറവാണ്. എന്താ യത്തീം കുട്ടികൾ കൂടാൻ കാരണം? കുടുംബ കലഹം, ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി. കൂട്ടുകുടുംബങ്ങളാണ് അക്കാലത്തുള്ളത്. വലിയ വലിയ തറവാട്ടർ ഒന്നിച്ചാ താമസിക്കുക. ഷേബ് ബനി ത്വാലിബ് എന്നൊക്കെ പറയും പോലെ വല്യാപ്പാൻ്റെ മക്കളും പേരക്കുട്ടികളും കൂടി ഒരുമിച്ച് താമസിക്കും. അതിന് ഷേബ് എന്ന് പറയും. ഇന്നും ആ പേരുണ്ടെന്ന് ഷീബ് എന്ന് പറയും. അറബികൾ താമസിക്കുന്ന സ്ഥലത്തിന് ഷീബ് എന്നാണ് പറയാം. മുമ്പ് അതന്നെയാണ്. അന്ന് നന്നാക്കി പറഞ്ഞിരുന്നു, ഒന്ന് കേടെടുത്തി പറയേണ്ടതെന്നേ ഉള്ളൂ. അങ്ങനെ ഷേബുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ഉണ്ടാവും. യുദ്ധം തുടങ്ങിയാൽ പരമാവധി ആൾക്കാർ മരിച്ചിട്ടാണ് യുദ്ധം നിർത്തുക. അങ്ങനെ മരിക്കുമ്പോൾ യത്തീം കുട്ടികൾ കൂടുതലുണ്ടാവും. യത്തീംഖാനില്ലാത്തതുകൊണ്ട് ആരെങ്കിലും കഴിവുള്ള ആൾക്കാർ നോക്കാൻ കൊണ്ടുപോകും. യത്തീം കുട്ടീനെ പെരെ കൊണ്ടുപോകും. യത്തീം കുട്ടികളെ നോക്കിയാൽ മഹർ പോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു. ഒന്നും കൊടുക്കൂല. വിവാഹപ്രായം എത്തിയാലും ഓൻ സ്വന്താക്കും നോക്കിയാള്. അത് പറ്റൂല. അല്ലാത്തത് 2 കെട്ടിയാലും വേണ്ടില്ല എന്നാണ് ഈ ആയത്ത്. യത്തീം കുട്ടിനെ ഈ മാതിരി ചെയ്യണ പരിപാടി ശരിയാവൂല. അല്ലാത്ത സ്വതന്ത്ര സ്ത്രീയങ്ങൾ 2 കെട്ടിക്കോളി, 3 കെട്ടിക്കോളി, 4 കെട്ടിക്കോളി. എന്നാലും യത്തീം കുട്ടിനെ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്ത്. ഈ ആയത്തിന്റെ പശ്ചാത്തലം യത്തീമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ സുന്നത്ത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. 2, 3, 4 ജായിസാകും എന്ന് മാത്രം. 4 വരെ ജായിസാവും, ഓടുന്നിട്ട് ജായിസാകൂല്ല. അപ്പം അങ്ങനെ വിചാരിക്കരുത്. എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള പുണ്യമാക്കപ്പെട്ട സുന്നത്തായ അമലാകുന്നു വിവാഹം. കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പടച്ചോൻ കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും കൂലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചാൽ തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ അള്ളാഹു രാജാവിൻ്റെ കിരീടം നൽകുന്നതാണ്. കിരീടം കൊടുത്തിട്ട് രാജാവാക്കുവാനെ. കല്യാണം കഴിച്ചവരൊക്കെ രാജാക്കന്മാരേക്കാരം. അങ്ങനെ ഇനിയുണ്ട് ധാരാളം ഹദീസുകളിൽ വിവാഹത്തിൻ്റെ കൂലി പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് ഹദീസുകളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിക്കുകയും അതിൽ അവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു നന്മയെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിൻ്റെ ഓരോ ശ്വാസത്തിനനുസരിച്ചും ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഏടിലെ ഹസനാത്ത് എഴുതും. കുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ? കുട്ടി എന്ന് പറഞ്ഞാൽ വാപ്പാനെയും ഉമ്മാനെയും സംബന്ധിച്ച് കുട്ടി കുട്ടിയാകുന്നത് പ്രായം തികണത് വരെ അല്ല, മരിക്കണ വരെയാണ്. പ്രായം തികണത് വരെ അല്ല, മരിക്കണത് വരെയാണ്. അപ്പം മരിക്കുന്നത് വരേക്കും ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിനും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഏടിൽ ഹസനാത്ത് എഴുതും. ഒരു പെണ്ണ് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായാൽ 100 ഷഹീദിന്റെ കൂലി. ഷഹീദ് എന്ന് പറഞ്ഞാൽ പാരാ? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയാം. ശുഹദാക്കന്മാരെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ്. സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. വബിഹംസത്തുൽ ഖറാർ അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ അധികം പിന്തുണ നൽകിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹംസ നബി തങ്ങളുടെ ആളാപ്പൻ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു. ഹംസ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ ലോകത്ത് ജീവിച്ചിരുന്ന ആളാ. അമ്പും വില്ലെടുത്ത് നേരം വെളുത്താൽ കാട്ടിലേക്ക് വേട്ടയാടാൻ പോകും. മാനുകളെയോ മുയലിനെയോ പക്ഷികളെയോ വേട്ടയാടി പിടിച്ച് അവിടുന്ന് തന്നെ ശരിയാക്കി ചുട്ടു തിന്ന് ഹംസ വരും. മടങ്ങി വരുമ്പോൾ കഅബന്റെ ചുറ്റുഭാഗത്ത് ഇരുന്നിട്ട് ആൾക്കാർ വർത്താനം പറയുണ്ടാവും. കള്ളൂടിയുടെ വർത്താനം, പെണ്ണുപിടിയുടെ വർത്താനം, വല്യാപ്പാക്ക് ആനുണ്ടായിരുന്നു എന്നുള്ള വർത്താനം അതിങ്ങനെ പറയുണ്ടാവും കഅബന്റെ ചുറ്റുഭാഗത്തും. ആ കൂട്ടത്തിൽ കുറച്ചേരം ഇരുന്ന് വർത്താനം പറയും. പെരയെ പോകും, കടന്നുറങ്ങും. രാവിലെ നേരം വെളുത്താൽ അമ്പും വില്ലെടുത്ത് കാട്ടിലേക്ക് പോകും. ഇതാണ് ഹംസയുടെ പ്രത്യേകമായ ലോകം. ഒരു ദിവസം ഹംസ റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയി വേട്ടയാടി മടങ്ങി വരുമ്പോൾ കഅബന്റെ അടുത്ത് വന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്നു പേരായ ഒരാളുടെ ഒരു അടിമ സ്ത്രീ ഹംസയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹംസേ എന്തിനാ എന്നെ പറ്റുക ചോദിച്ചു. എന്തിനാണ് ചങ്ങായി എന്നെ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്തേ ചോദിച്ചു. എടാ എൻ്റെ കാരണവല അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദിന് അബൂജാഹിൽ എന്തെല്ലാം വർത്താനം അവിടെ ഇരുന്നാണ്ട് പറഞ്ഞത്, എന്തിനാ ജോ കാണാമെന്നും പറഞ്ഞിങ്ങാണ്ട് മീശയും വെച്ചിങ്ങാണ്ട് നടക്കണത് എന്ന് ചോദിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് അങ്ങോട്ടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ല അങ്ങോട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല ചോദിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല. ആഹാ. അബൂജാഹിൽ ഇങ്ങനെ അപ്പുറത്ത് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ ആൾക്കാരുണ്ട്. അടുത്ത് വന്നിട്ട് തോളൊന്ന് വില്ലെടുത്തുങ്ങാണ്ട് തലക്കൊരൊറ്റ അടിയാണ് കൊടുത്തു. ഒന്നുകൂടിയും പറഞ്ഞാടാറുണ്ട്, ഒന്നുകൂടിയും പറയാറുണ്ട്. അതിൽ ഒപ്പമുള്ള ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഹംസൻ്റെ നേരെ നീച്ചു. അതിൽ അബൂജാഹിൽ പറഞ്ഞു, അവിടെ അടങ്ങിയിരുന്നോളി, ഞാൻ മയമേനെ ചീത്താറിട്ടുണ്ട് അതിനുള്ളതാണ് പറഞ്ഞു. മുണ്ടാതിരുന്നോളി പറഞ്ഞു. ഇപ്പം ഒന്നും മുണ്ടാൻ പോണ്ടാറ്. മുഹമ്മദിനെ ചീത്താറിട്ടുണ്ട് ഞാൻ അതിനുള്ളതാണ് ഇപ്പോൾ കിട്ടിയത്, മുണ്ടാതിരിക്കുകയായിരുന്നു. എല്ലാവരും ഇരുത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരിങ്ങനെ പെരേക്ക് പോകുമ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ചു, അല്ലേ ഇപ്പം മുഹമ്മദ് പറഞ്ഞതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളത്? എന്തേപ്പല്ലേ ഓൻ പറഞ്ഞത്? പെണ്ണ് പിടിച്ചണ്ട, കള്ള് പിടിച്ചണ്ട, കക്കണ്ട, ചുറ്റളിക്കണ്ട, പലിശ വാങ്ങണ്ട, ഇതൊക്കെയല്ലേ പറഞ്ഞത്. എന്താ ഇപ്പം ഇതിനൊരു കുഴപ്പം? പെരേക്ക് എത്തുന്നതിൻ്റെ മുമ്പന്നെ മുമ്പൊരു തീരുമാനമായി കുഴപ്പമൊന്നുമില്ല. പെരേക്ക് കയറിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇലാ ഹദറത്തി ഹബീബിന റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ ഞാൻ എൻ്റെ മഹത്വത്തിൽ കൂടാണ് ചൊല്ലിക്കൊണ്ടുവരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു. നബി തങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു.
ബദർ യുദ്ധം നടക്കുമ്പോൾ ആദ്യം കളത്തിക്കണ്ട് ഇറങ്ങിയത് ഹംസയാണ് റളിയല്ലാഹു അൻഹു. അസ്വദ് നബി തങ്ങളുടെ വെള്ളത്തടാകം പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതാണ് ആദ്യം അവിടുന്ന് ഇറങ്ങിയത്. ഫസ്റ്റ് ഇറങ്ങി. അപ്പം ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങിയത്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സേവതിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലിന്ന് വെള്ളം കുടിപ്പവനാരടാ. അതാണ് സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. സയ്യിദു ശുഹദാ, ശുഹദാക്കന്മാരുടെ നേതാവ് എന്ന പേര് മഹാനവറുകൾക്കാണ്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഹിന്ദ് എന്ന പേരായ ഒരു പെണ്ണിൻ്റെ പരിശ്രമത്തിന് വഴങ്ങി ഹിന്ദിനെ സ്വന്തമാക്കാൻ വേണ്ടി വഹ്ശി എന്ന ഒരാളായിരുന്നു ഹംസയെ കൊന്നത്. പാറക്കല്ലിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് ഹംസ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ചാട്ടുളി എറിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു കൊണ്ടു വീണു. ഓടിച്ചെന്ന അയാൾ നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായയിലിട്ട് ചവച്ചു തുപ്പി. അങ്ങനെയാണ് ഹംസ വഫാത്താകുന്നത് റളിയല്ലാഹു അൻഹു. അതാണ് ഷഹീദ്. അങ്ങനത്തെ 100 ഷഹീദിൻ്റെ കൂലി ഒരിക്കൽ പള്ളയിലുണ്ടായി പെറ്റാല് അള്ളാഹു പെണ്ണിന് കൊടുക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം.